യാത്ര ചെയ്യാം. മൂവുലകിനും അധിപതിയായ ത്രിയേക ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ മനോഹരമായ സന്ധിയിങ്കൽ നമുക്ക് ദൈവപാദങ്ങളിൽ തിരുവചന പഠനത്തിനായിട്ട് അടുത്തു വരുവാൻ ദൈവം കൃപയും അവസരവും നൽകിയല്ലോ. സംബന്ധിക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. നിങ്ങൾ നമ്മുടെ പ്രത്യേക സമയ ക്രമീകരണങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് സംബന്ധിക്കുന്നതിൽ, സഹകരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. കർത്താവ് നമ്മെ വീണ്ടും സഹായിക്കട്ടെ. ഒരുമിച്ചുള്ള കൂട്ടായ്മ തികച്ചും അനുഗ്രഹകരമാണല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് പഠിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന വിലയേറിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. പിന്നെയും ദൈവം നമ്മെ സഹായിക്കട്ടെ. എബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. അതിൻ്റെ 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ പദ്ധതി പ്രകാരം ഉള്ള മനുഷ്യൻ, എന്നാൽ പാപത്തിൽ അകപ്പെട്ട് തേജസ്സും മഹത്വവും ബഹുമാനവും അധികാരവുമൊക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. എന്നാൽ ആ മനുകുലത്തെ രക്ഷിക്കുവാനും നഷ്ടപ്പെട്ടതിനേക്കാൾ അധികം മഹത്വം തിരികെ തരേണ്ടതിനും വീണുപോയ മനുഷ്യനോട് താദാത്മ്യപ്പെട്ടു വരുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭാഗത്ത് പരിചയപ്പെടുത്തുകയാണ്. നാം ആ പരിചയത്തിലൂടെയാണ് പോകുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ യേശു ദൂതന്മാരെക്കാൾ സകല നിലയിലും ശ്രേഷ്ഠൻ, അവരുടെ സ്രഷ്ടാവ് തന്നെയാണ് യേശു, അവരുടെ ദൈവമാണ് യേശു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ അതേ യേശു 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ദൂതന്മാരെക്കാൾ അല്പം താണവനായി നാം കാണും. സ്തോത്രം. താണവനായി കാണും. കർത്താവായ യേശു പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവാനുരൂപരാക്കി തീർക്കുന്ന മഹനീയമായ കാഴ്ചയാണ് നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് യേശുവിനെ നോക്കുക അല്ലെങ്കിൽ കാണുക എന്നുള്ള വിഷയമായിരുന്നു. അങ്ങനെ സകലർക്കും കാണത്തക്കതുപോലെ യേശുവിനെ ദൈവം ഉയർത്തിയ കാര്യം നമ്മൾ കണ്ടു. അതിൻ്റെ 3 തലങ്ങൾ. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതുമായി ബന്ധപ്പെട്ട്, യേശു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഈ നിലയിൽ യേശുവിനെ നമ്മൾ ഉയർത്തുന്നതാണ്. സ്തോത്രം. മനുഷ്യരിലൂടെ ഉയർത്തുന്നതാണ് നാം കണ്ടത്. അതുകൂടാതെ എല്ലാ നാമത്തിലും കർത്തൃത്വത്തിനുമൊക്കെ അത്യന്തം മീതെ യേശുവിനെ ഉയർത്തിയ, മഹത്വപ്പെടുത്തിയ, തേജസ്കരിച്ച ആ ഒരു ഉയർപ്പും ആ ഒരു ഉയർത്തലും
നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ ഇന്നലെ കണ്ടത് യേശുക്രിസ്തുവിനെ ഉയർത്തേണ്ടതാകുന്നു. അത് ഇന്നെവിറ്റബിളായി, ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതായി ഉള്ള ദൈവ നിർണയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ നിർണയം, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ, ദൈവത്തിൻ്റെ അങ്ങനെയുള്ള ഏറ്റവും വലിയ തീരുമാനം, നിർണയമെന്ന് നമുക്ക് വിളിക്കാം യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള താഴ്ച, വരവ്, ക്രൂശിൽ ഉള്ള ആ ഒരു ഉയർത്തൽ അഥവാ ക്രൂശ് മരണം, അതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും ദൈവം നേരത്തെ തന്നെ നിർണയിച്ചു വച്ചിരുന്നതാണ്. അതിന് താമസമുണ്ടായിട്ടില്ല. കാലത്തിൻ്റെ അഥവാ സമയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി മാത്രം ദൈവം കാത്തിരുന്നതേ ഉള്ളൂ. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. സ്തോത്രം. അതിന് മാറ്റമില്ല. അതുകൊണ്ട് നമ്മുടെ ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും പോലും ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങളെ മാറ്റി, ദൈവത്തിൻ്റെ മനസ്സിനെ മാറ്റി നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്നും കൂടെ കണ്ടു. പകരം നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ ഹിതം അറിയുക, അറിഞ്ഞ ഹിതത്തിനായി സ്വയം സമർപ്പിക്കുക, ആ ഹിതം നിവർത്തിപ്പാൻ ദൈവത്തിൽ നിന്നും കൃപ, ശക്തി അപേക്ഷിക്കുക, പ്രാപിക്കുക. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ഉപവാസം, പ്രാർത്ഥന എന്നിവയുടെയൊക്കെ ലക്ഷ്യം എന്ന് നമ്മൾ കണ്ടു. ഞങ്ങൾ അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിലും ചിന്തിക്കുകയുണ്ടായി. അവർ പ്രയേഴ്സ്, our fastings, our devotions, they are not to change God, but to change our mind, our thoughts, our decisions, our choices. Because in prayer and in fastings, we try to explore God's mind, God's will, and He will let us know His will, whether it is personal or general. When we know God's will in fasting and prayer, or by reading the Bible, listening to the word, even while receiving a prophetical word, we understand God's will. Accordingly, we yield unto that. And thirdly, seeking God's grace and His power to carry out God's will. This is actual prayer, devotion, meditation, fasting and all. യഥാർത്ഥത്തിൽ ഭക്തിയുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്, അവസ്ഥകളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ഒരിക്കലും ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനായിട്ടുള്ള വൃഥാശ്രമങ്ങളായി ഇവയൊന്നും തീരരുത് എന്നും കൂടെ നമ്മൾ കണ്ട് പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യം, മനസ്സിലാകാതെ ഉള്ളതോ വിശദീകരണം ആവശ്യമുള്ളതോ ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ.
ഒന്നും ഇല്ല എന്ന് കരുതുന്നു. സ്തോത്രം. നമുക്ക് ഒന്നും കൂടെ 9-ാമത്തെ വാക്യം വായിക്കാമല്ലോ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇന്നലെയും ഒടുവിലായി നാം ആ വാക്യത്തിൽ നിന്നും കണ്ടു, ജീസസ് humility and also even humiliation was but for a while. അല്പകാലത്തേക്ക് മാത്രമാണ് യേശുക്രിസ്തുവിന് ദൂതന്മാരെക്കാൾ താഴ്ച ഇരിക്കേണ്ടിയിരുന്നതെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം കുറച്ചു കാലത്തേക്ക് ഉള്ളൂ എന്നല്ല, യേശുക്രിസ്തുവിന്റെ താഴ്ച കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ആവർത്തിക്കുന്നു, it's not about humanity was for a little while. No. But humility is also humiliation. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം ഈ ഭൂമിയിലായിരുന്ന സമയത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഈ വാക്യം വെച്ച്. കാരണം നമ്മൾ കണ്ടു, യേശുക്രിസ്തുവിനെ നിത്യതയിലും ഇപ്പോഴും വരുവാനുള്ള കാലത്തിലും മനുഷ്യനായിട്ട് കാണുന്നുണ്ട്, മനുഷ്യപുത്രനായിട്ട് ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ കണ്ടതാണല്ലോ, അതുകൊണ്ട് അവിടേക്ക് മടങ്ങിപ്പോകുന്നില്ല. എന്നാൽ യേശു താണവനായിട്ടിരുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാകാം 1:6 കർത്താവ് പറയുന്നത്, 1:6 ഒന്നും കൂടെ വായിക്കാൻ, നമ്മൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, ആ പിന്നെയും ഭൂതലത്തിലേക്ക് എന്നുള്ളതിന് ഈ 2-ാം അധ്യായം 9-ാം വാക്യവുമായിട്ട് വളരെ നല്ല ബന്ധം നമുക്കിപ്പോൾ തോന്നുന്നുണ്ടാകാം. കാരണം ഈ പിന്നെയും എന്നതിൻ്റെ അർത്ഥം യേശുക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ. That is not an incarnation. സാധാരണ ഭാഷയിൽ പറയുകയാണ്, ആ പദം നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് അവതാരത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇൻകാർണേഷൻ ജഡധാരണത്തെ പറ്റി അല്ല. രണ്ടാമതും യേശു ജഡം ധരിക്കുന്നില്ല. അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ ഒരു രണ്ടാമത്തെ അവതാരവും കൂടെ യേശുവിനില്ല. ആ പദം നമ്മൾ ഉപയോഗിക്കാറില്ല, അർത്ഥം കാരണം നിങ്ങൾക്കറിയാം. യേശുക്രിസ്തുവിനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ചാണ്. ഭൂമിയിലേക്ക് യേശു വീണ്ടും വരും. പക്ഷേ ആദ്യം വന്നതുപോലെ ജഡമെടുത്ത് ശിശുവായിട്ട് പിറന്നൊന്നുമല്ല. എബ്രായ ലേഖനം തന്നെ 9-ന്റെ അവസാനത്തെ വാക്യത്തിൽ ആ കാര്യം അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്.
യേശു ഒന്നാമത് വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? പാപങ്ങളെ ചുമപ്പാൻ. അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ. എന്നാൽ ഇനിയും വരുന്നത് എന്തിനു വേണ്ടി അല്ല? പാപങ്ങളുടെ പരിഹാരത്തിനല്ല. അല്ല. ഒന്നാമത്തെ വരവിങ്കൽ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ, അഥവാ മാനവകുലത്തിന്റെ പാപം പരിഹരിക്കുവാനായിട്ടാണ് വന്നതെങ്കിൽ, ഇനിയും വരുന്നത് പാപപരിഹാരകനായിട്ടല്ല, യാഗമാകുവാൻ വേണ്ടി അല്ല, പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടി അല്ല. സ്തോത്രം. പിന്നെന്തിനാണെന്ന് പറയുന്നു? കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ്. അതിനെപ്പറ്റി നമ്മൾ വെളിപ്പാട് പുസ്തക പഠനത്തിൽ വെച്ച് തന്നെ കണ്ട കാര്യം ഓർക്കുന്നുണ്ടാകാം. രക്ഷയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി, ഫോർ ദ കൺസ്യൂമേഷൻ ഓഫ് സാൽവേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരവിനെയാണ് എബ്രായർ 1:6 പറഞ്ഞിരിക്കുന്നത്, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. അപ്പോൾ ഒന്നാമത് വന്നത് മനുഷ്യരുടെ പാപങ്ങളെ ചുമക്കുവാൻ, പാപപരിഹാരത്തിന്. എന്നാൽ ഇനിയും വരുന്നത് അങ്ങനെയല്ല. മണവാളനായി, രാജാവായി, ന്യായാധിപനായി, മഹത്വത്തോടെ, അധികാരത്തോടെയാണ് യേശു കർത്താവ് വരുന്നത്. ഒന്നാമത്തെ വരവിൽ, അഥവാ പാപങ്ങളെ ചുമക്കുവാൻ, പാപപരിഹാരം വരുത്തുവാൻ യേശു വന്നപ്പോൾ അവൻ ദൂതന്മാരെക്കാൾ അല്പം താണവനായിട്ടാണ് വന്നത്. ഇനിയും അതേ ഭൂതലത്തിലേക്ക് വരുമ്പോൾ പണ്ട് ആദ്യം വന്നതുപോലെ ദൂതന്മാരെക്കാൾ താഴ്ന്നവനായിട്ടല്ല. അതിനാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്, അന്ന് ദൈവം സകല ദൂതന്മാരോടും അരുളി ചെയ്തിട്ടുണ്ട്, കൽപ്പന കൊടുത്തിട്ടുണ്ട്. ഒന്നാം വരവിൽ നിങ്ങളെക്കാൾ അല്പം താഴ്ച വന്നവനായി കാണപ്പെട്ട യേശുവിനെ നിങ്ങൾ വീഴ്ച കൂടാതെ കുമ്പിട്ടുകൊള്ളണം, നമസ്കരിക്കണം. സ്തോത്രം. നമസ്കരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് ഫോർ എ ലിറ്റിൽ വൈൽ, അല്പകാലത്തേക്ക് യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ താണവനായി വന്നു. ആ താഴ്ചയുടെ വിഷയത്തിലാണ് അല്പകാലത്തേക്കെന്ന് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യത്വത്തിന്റെ വിഷയത്തിൽ അല്ല. ആ കാര്യങ്ങളും വ്യക്തമായി കാണുമല്ലോ. എന്തെങ്കിലും സംശയങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? ഒന്നും ഇല്ലെന്ന് കരുതട്ടെ. ഇപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം, അല്പകാലത്തേക്ക് മാത്രം താണവനായി, താഴ്ച വന്നവനായി നാം കാണുന്ന യേശു. പഠനാർത്ഥം ഒരു കാര്യം കൂടെ പറഞ്ഞു വിടുന്നു. എബ്രായ ലേഖനത്തിൽ ഏതാണ്ട് 12ഓളം പ്രാവശ്യമാണ് ദൂതന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 12 times ഹീബ്രൂസ് റെക്കോർഡ്സ് ഏഞ്ചൽസ്. അതിൽ 5 പ്രാവശ്യം 1-ാം അധ്യായത്തിലും 5 പ്രാവശ്യം 2-ാം അധ്യായത്തിലും, ബാക്കിയുള്ള 2 പ്രാവശ്യം
12-ാം അധ്യായത്തിൽ ഒരു പ്രാവശ്യവും 13-ൽ ഒരു പ്രാവശ്യവുമായിട്ട്. റെഫറൻസുകൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വിടാം. 12 mentions of angels in Hebrews, 5 each in chapters 1 and 2, and 1 each in 12 and 13. 1-ാമത്തെ അധ്യായം 4, 5, 6, 7, 13 വാക്യങ്ങൾ. Chapter 1, verses 4, 5, 6, 7, and also verse number 13. 5 പ്രാവശ്യം ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിലും ഉണ്ട് 5 പ്രാവശ്യം. 2-ന്റെ 2, 5, 7, 9, 16. Chapter 2, verses 2, 5, 7, 9, and 16. Then 1 each in 12 and 13. Chapter 12, verse 22. 12-ന്റെ 22-ാമത്തെ വാക്യത്തിൽ. 13-ന്റെ 2-ാമത്തെ വാക്യത്തിൽ. 13-ന്റെ 2. അപ്പോൾ ദൂതന്മാർ എന്ന് ഈ പുസ്തകത്തിനകത്ത് ഇങ്ങനെ 12 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പറഞ്ഞിട്ടുള്ള ഒത്തിരി മാസ്റ്റർ പീസായിട്ടുള്ള പദങ്ങളോ പ്രയോഗങ്ങളോ ഈ പുസ്തകത്തിലുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ? എങ്കിൽ ഇനിയും നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് 9 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ ഈ മാനവ ജനനത്തിൻ്റെ ഉദ്ദേശവും നേട്ടവും എന്തെന്നുള്ളതാണ്. എബ്രായലേഖനം മൊത്തമോ ബൈബിൾ മൊത്തമോ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല. ഈ 2-ാം അധ്യായം 9 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യം നോക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. നമ്മൾ പൊതുവായിട്ടുള്ള 4 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഇതിനു മുൻപ് തന്നെ പഠിച്ചിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ ചേർക്കുന്നില്ല. ഈ ഭാഗത്ത് കാണുന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് ഓർക്കുമായിരിക്കുമല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മാനവ ജനനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ചിന്തിച്ചത്. ഓർമ്മ കാണും. ഒന്നാമത് ടു മാനിഫെസ്റ്റ് ഗാഡ്. ദൈവത്തെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഞാൻ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ദൈവത്തെ വെളിപ്പെടുത്തുക. 2, ദൈവ ആലോചന അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം
മനുഷ്യൻ എന്തായിരിക്കണമായിരുന്നു എന്ന് വെളിപ്പെടുത്തുക. ടു റിവീൽ വാട്ട് man had to be in God's original intention. മൂന്നാമത്, to prove what a man can become. ഒരു മനുഷ്യന് എങ്ങനെയാകാൻ, എന്താകാനായിട്ട് സാധിക്കുമെന്ന് വെളിപ്പെടുത്തുക. നാലാമത്, to provide everything for this അച്ചീവ്മെന്റ്. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ആവശ്യമായുള്ളതെല്ലാം നൽകിത്തരിക. ഈ 4 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് കൂടാതെ ഉള്ള ചില കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഡ്വൈറ്റ് പെന്റിക്കോസ്റ്റ് എന്ന് പറയുന്ന പ്രവചന വിഷയങ്ങളിൽ വളരെ നൈപുണ്യം ഉള്ള ഒരു ദൈവദാസൻ, ഒരു എഴുത്തുകാരൻ, 8 കാരണങ്ങൾ ഈ ഭാഗത്തു നിന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽക്ക് 18 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിൽ നാം 9-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണുന്നു, വി സീ ജീസസ് ഹു വാസ് റാങ്ക്ഡ് ലോവർ ദാൻ ദ ഏഞ്ചൽസ് ഫോർ എ ലിറ്റിൽ വൈൽ. സ്തോത്രം. നമ്മൾ ആ ഭാഗം കണ്ടു. അപ്പം 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പ്രചോദനം അല്ലെങ്കിൽ പ്രത്യേകമായ സംഗതി ഏറ്റെടുത്ത് അപ്പോസ്തലൻ 9-ാം വാക്യത്തിൽ പറയുകയാണ്. എങ്കിലും എന്ന് നമ്മൾ കണ്ടല്ലോ, അത് മുൻ വാക്യങ്ങളുമായി ഈ വാക്യത്തെ ബന്ധിപ്പിക്കുന്നതാണ്. അവിടെ നമ്മൾ കണ്ട കാര്യം, ഏറ്റവും ആദ്യം 5 തൊട്ട് 8 വരെ ഉള്ളതിൽ നമ്മൾ കണ്ട കാര്യം, ഏറ്റവും ആദ്യത്തെ വിഷയമായിരുന്നു ദൈവഹിതാപ്രകാരം മനുഷ്യൻ എന്തായിരിക്കണമായിരുന്നു, എന്താകാമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് പെന്റിക്കോസ്റ്റ് അതേക്കുറിച്ച് പറയുന്നത്, ഏറ്റവും ഒന്നാമത്തെ ഉദ്ദേശമായി പറയുന്നത്, ടു ഫുൾഫിൽ ഗോഡ്സ് പർപ്പസ് ഫോർ മാൻ. ജീസസ് got into the flesh to fulfill God's will, God's purpose, God's plan for man. മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിക്കുന്നതിനായിട്ടാണ് യേശു മനുഷ്യനായി വന്നത്. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഉദ്ദേശം. ഒന്നാമത്തേത്, സ്രഷ്ടാവിൻ്റെ ഇഷ്ടത്തെ, ഉദ്ദേശത്തെ പൂർത്തീകരിക്കുക. 2-ാം അധ്യായം 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതായതുകൊണ്ട് അറിയാമല്ലോ. അതുകൊണ്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അപ്പം മനുഷ്യൻ, നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വംശാവലി കാണുന്നുണ്ട്. ആ വംശാവലി പുറകിൽ നിന്ന് തുടങ്ങി ആദാമിലേക്ക് ചെന്ന് അവസാനിക്കുക, ഡിസെൻഡിങ് ഓർഡറിൽ.
അവരോഹണക്രമത്തിലാണ് അവിടെ ലൂക്കോസ് വംശാവലി അവതരിപ്പിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നു ആദാം ദൈവത്തിൻ്റെ മകനാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കറിയാം യേശു ക്രിസ്തുവിനെ ഏറ്റവും കൂടുതലായിട്ടും മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ മകനായിട്ട് സൃഷ്ടി ചെയ്ത് ആക്കി വച്ച ആദമിൻ്റെ വംശപാരമ്പര്യം പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ ഇവിടെ സാക്ഷാൽ മനുഷ്യപുത്രനായി യേശു വെളിപ്പെടുകയാണ്. എന്തിന്? സ്തോത്രം. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനുഷ്യനെ കുറിച്ചുള്ള സൃഷ്ടിപ്പിലെ ഉദ്ദേശം ഇവിടെ സാക്ഷാൽ മനുഷ്യപുത്രനായവൻ പൂർത്തീകരിക്കുകയാണ് നമുക്കെല്ലാവർക്കും വേണ്ടി. അപ്പോ വേദപുസ്തകത്തിൻ്റെ പൊതുവായ ആശയമാണ്, ഉപദേശമാണത്. നമ്മളും നമ്മുടെ ക്ലാസ്സിൽ പല പ്രാവശ്യം അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദാം മുതൽ മനുഷ്യൻ പാപത്തിലേക്ക് വീഴുന്നതിന് മുമ്പുള്ള ആദാമാകട്ടോ, പാപത്തിൽ നിപതിക്കുന്നതിന് മുൻപുള്ള ദ പ്രീ ഫോളൻ ഏഡം, പാപത്തിൽ നിപതിക്കുന്നതിന് മുമ്പുള്ള ആദാം മുതൽക്ക് എല്ലാവരും ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളെ നിവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. അല്ലേ? ആദാം പാപം ചെയ്യുന്നത് പാപിയായ ശേഷമല്ല, അവൻ പാപി അല്ലാതിരിക്കുമ്പോഴാണ്. നിഷ്കന്മൻഷയുഗം എന്നൊക്കെ വിളിക്കുന്ന, നിഷ്പാപയുഗം എന്ന് വിളിക്കുന്ന, ഡിസ്പെൻസേഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് വെച്ചാൽ ദ പ്രീ ഫോൾ സ്റ്റേറ്റ്, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പുള്ള അവസ്ഥയിൽ തന്നെയാണ് മനുഷ്യൻ പാപത്തിൽ വീണത്. ചിലർക്ക് ഡിസ്പെൻസേഷൻ അഥവാ യുഗങ്ങൾ എന്ന് പറയുന്നത് അല്പം അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. എന്നാൽ വേദപുസ്തകത്തിലെ പലരും, വേദപുസ്തകം പഠിപ്പിക്കുന്ന പലരും നമുക്ക് ബൈബിളിൽ നിന്നും കിട്ടുന്ന കാലഘട്ടത്തെ ഡിസ്പെൻസേഷൻസ് അഥവാ യുഗങ്ങളായിട്ട് തിരിച്ച് യുഗപരമായ രീതിയിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നവരുമാണ്. എന്നാൽ ചിലർ അതിനോട് വിയോജിക്കുന്നു. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാകട്ടെ. നമ്മളിവിടെ രണ്ടിനു വേണ്ടിയും വാദിക്കുന്നില്ല. അപ്പം ആ യുഗപരമായ ചിന്താഗതി പുലർത്തുന്നവരോടുള്ള ബന്ധത്തിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. മനുഷ്യൻ പാപത്തിൽ വീഴുന്നത് മനുഷ്യൻ പാപം ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ്. അവൻ വിശുദ്ധനായി ഇരുന്ന, ദൈവത്തോടുള്ള അടുപ്പത്തിൽ കഴിഞ്ഞിരുന്ന സമയത്താണ്. അപ്പോൾ ഒന്നാം മനുഷ്യനായ ആദാമിന് പാപം ചെയ്യുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ തുടങ്ങി
സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ സ്നാപക യോഹന്നാൻ വരെ ഉള്ള ആർക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനോ നിവർത്തിക്കുവാനോ സാധിച്ചില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ മനസ്സിലാക്കുന്നു, പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവസ്വരൂപത്തിൽ കഴിഞ്ഞിരുന്ന ആദാം മുതൽക്ക് സ്നാപക യോഹന്നാൻ വരെയുള്ള സകല മനുഷ്യരും പരാജയപ്പെട്ട സ്ഥലത്ത് യേശു മനുഷ്യപുത്രനായി ഇറങ്ങി വന്നിട്ട് ഒരു സമ്പൂർണ്ണ മനുഷ്യനെ കുറിച്ച് ദൈവം എന്താഗ്രഹിച്ചു എന്ന് വെളിപ്പെടുത്തി അത് നിവർത്തിക്കുകയാണ്. സ്തോത്രം. ഓഫ് കോഴ്സ് the first Adam, the first created being, created in the image and likeness of God, he fell into sin. But that also was in a pre-fall state. It was not after man became sinner he sinned, but it was when he was not a sinner he committed sin. And therefore, beginning from the first Adam, in his pre-fall state, till John the Baptist, the greatest of all born from women, fell into sin, failed to fulfill the righteous demands of God. But here Jesus came to the flesh, came to this world in flesh to fulfill the creative or the creational purpose of God for man. For the purpose of God for man. Stotra. Understood? Okay. അപ്പോൾ ദൈവം മനുഷ്യനായി വരുവാനുള്ള കാരണമായി, ലക്ഷ്യമായി നാം ഏറ്റവും ആദ്യം കാണുന്നത് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന ആഗ്രഹം, ഉദ്ദേശം നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ഏറ്റവും പരമമായ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം. എന്തായിരുന്നു? സകലത്തെയും അടക്കി വാഴുക. To have fellowship with God and to have Yeah. dominion. Yes, to be in conscious, continuous, perpetual fellowship with God. സ്തോത്രം. ദൈവത്തോട് ബോധപൂർവമായി നിരന്തരമായി കൂട്ടായ്മയിൽ കഴിയുക. സ്തോത്രം. ദൈവത്തോട് ബോധപൂർവമായി
നിരന്തരമായി സ്തോത്രം കൂട്ടായ്മയിൽ കഴിയുക എന്നുള്ളതായിരുന്നു ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന ആഗ്രഹം. നമുക്ക് വെളിപ്പാട് പുസ്തകം 21-3 വാക്യത്തിൽ ആ ഉദ്ദേശം കാണാം. റെവലേഷൻ 21:3. പരിചയമുള്ളതാണെങ്കിലും ഒന്നുകൂടെ വായിച്ചാട്ടെ. സിംഹാസനത്തിൽ നിന്നും ഒരു ശബ്ദം, മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവത്തിന് അവരോട് കൂടെ വസിക്കത്തക്കതുപോലെ മനുഷ്യൻ ദൈവത്തിൻ്റെ നിവാസമായി തീരുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ അങ്ങ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി കൂടെ ഇരുത്തുവാൻ ഉള്ള ആഗ്രഹത്തേക്കാൾ ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയും ദൈവം ഇങ്ങോട്ട് വന്ന് മനുഷ്യരോടുകൂടെ വസിക്കുക എന്നുള്ളതായിരുന്നു. അതിനാണ് ഏദനിൽ ആദമിൻ്റെ അടുക്കൽ ദൈവം വെയിലാറുമ്പോഴൊക്കെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, ദൈവവും ദൈവ സിംഹാസനവും മൊത്തം കൂടെ മനുഷ്യരോടൊപ്പം വസിക്കേണ്ടതിന് ഇറങ്ങി വരികയാണ്. പുതിയ യെരുശലേമിലേക്കുള്ള വരവിനെ കുറിച്ചാണ് അത് പറയുന്നത്. യെരുശലേം, പുതിയ യെരുശലേം ഇപ്പോഴത്തെ യെരുശലേമിന്റെ സ്ഥാനത്തേക്ക് ഇറങ്ങി വരുമെന്നും, അല്ല ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു ഹാങ്ങിങ് സിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ, an elevated city over the new earth എന്ന നിലയിലും ചിലർ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയുമാകട്ടെ, ഭൂമിയിൽ അടിസ്ഥാനപ്പെട്ട ഒരു പട്ടണമായിരിക്കുമോ, അല്ല ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, നമുക്ക് തൂങ്ങിക്കിടന്നിങ്ങനെ ആടുന്നതൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഭൂമിയിൽ ഉറയ്ക്കാതെ നിൽക്കുന്ന എന്നൊരർത്ഥമേ എവിടെയുള്ളൂ. അല്ലാതെ തൂങ്ങിക്കിടക്കുന്നതെന്ന് പറയുമ്പോൾ അതിങ്ങനെ കറങ്ങുമെന്നോ ആടുമെന്നോ ഒന്നും ചിന്തിക്കരുത്. ഇപ്പം ഭൂമി തന്നെ സാങ്കല്പിക അച്ചുതണ്ടിൽ നിന്നിങ്ങനെ കറങ്ങുന്നു. അങ്ങനെ ഭ്രമണപഥത്തിലൊന്നും അതെത്തും എന്ന് കരുതണ്ട. അന്നത്തെ ലോകം ആ ഭ്രമണത്തിൽ നിന്ന്, ഈ കറക്കത്തിൽ നിന്ന് വിമോചിതരാകാനാണ് സാധ്യത. കാരണം സമയവും കാലവും ഒന്നും അവിടെ അറിയേണ്ടതില്ല. സ്തോത്രം. അതവിടെ എങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ആത്യന്തികമായ ഉദ്ദേശം അവനെ കുറിച്ച് എന്തായിരുന്നുവോ അത് നിവർത്തിക്കുക, അത് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. രണ്ടാമത്തെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് വരാം. ഓർഡർ ഒരൽപ്പം തെറ്റിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ക്രമം, വാക്യത്തിന്റെ ക്രമം ഒന്നൊരൽപ്പം തെറ്റിച്ച് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. അതിൻ്റെ 14 വാക്യം, 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും
അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. സ്തോത്രം. ഇവിടെ നാം കാണുന്നു എന്തിനാണ് യേശു ജഡമെടുത്തത്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പോൾ ഇവിടെ എന്താ ജഡധാരണത്തിന്റെ ഉദ്ദേശം? To be identified with the humanity. മനുഷ്യരോട് ഏകീഭവിക്കുവാൻ, മനുഷ്യരോട് താതാത്മ്യപ്പെടുവാൻ. സ്തോത്രം. യേശുവിൻ്റെ ജഡധാരണത്തിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം, നമ്മൾ വാക്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയായിരിക്കും നോക്കുന്നത്. അത് ആ വിഷയത്തിൻ്റെ ഒരു ക്രമം ലഭിക്കുന്നതിന് വേണ്ടിയാണ് വാക്യത്തിൻ്റെ ക്രമം തെറ്റിക്കുന്നത്. അപ്പോൾ ഒന്നാമത് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തെ നിവർത്തിക്കുക, ടു ഫുൾഫിൽ ഗാഡ്സ് പർപ്പസ് ഫോർ മാൻ. രണ്ടാമത്തേത് ടു ഐഡന്റിഫൈ വിത്ത് ഹ്യൂമാനിറ്റി, മനുഷ്യരോട് ഏകീഭവിക്കുവാൻ. മനുഷ്യരോട് ഏകീഭവിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ രണ്ടാമത്തെ ലക്ഷ്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അതാണ് 14-ാം വാക്യത്തിൽ കണ്ടത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. സ്തോത്രം. യേശു രക്ഷിക്കുവാൻ വേണ്ടി വന്ന മനുഷ്യർ, യേശു ആരെ രക്ഷിപ്പാനായിട്ടാണോ, ആരെ വീണ്ടെടുക്കുവാനായിട്ടാണോ വന്നത്, ആ മനുഷ്യർ ജഡരക്തങ്ങളോട് കൂടിയവർ ആയിരുന്നു. അതുകൊണ്ട് യേശുവിനും അവരെ പോലെ തന്നെ ആകേണ്ടത് ആവശ്യമായിരുന്നു. സ്തോത്രം. ആവശ്യമായിരുന്നു. അടുത്തത്. സ്തോത്രം. അടുത്തത് ആ വാക്യത്തിന്റെ തുടർച്ച 15-ാമത്തെ വാക്യം, 14-ഉം 15-ഉം കൂടെയാണ്. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. അതിന്റെ 16-ഉം കൂടെ. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. സ്തോത്രം. അവിടെ യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം കാണുന്നുണ്ട്. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ. ഇവിടെ അബ്രഹാമിന്റെ സന്തതി എന്നതുകൊണ്ട് യഹൂദനെന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. യഹൂദന്മാരോട് സംസാരിച്ചതുകൊണ്ട് അപ്പോസ്തലൻ ആ പ്രയോഗം നടത്തി. പക്ഷേ അവിടുത്തെ ഉദ്ദേശം ഇസ്രായേൽ മാത്രം, അല്ലെങ്കിൽ യഹൂദൻ മാത്രം അല്ല, അല്ലെങ്കിൽ എബ്രഹാമിക് റിലീജിയൻസ് മാത്രമല്ല. അക്ഷരാർത്ഥത്തിൽ അബ്രഹാമ്യ മതങ്ങളായിട്ട് ലോകത്തിൽ എത്ര ഉണ്ട്? എബ്രഹാമിക് റിലീജിയൻസ് ലിറ്ററലി രണ്ടേ ഉള്ളൂ. 2 രണ്ടേ ഉള്ളൂ.
ഒന്നാമത് നിൽക്കുന്നത് ഇസ്രായേല, രണ്ടാമത് നിൽക്കുന്നത് ഇന്ന് മുസ്ലിംസ് എന്ന് നമ്മൾ വിളിക്കുന്നു. പക്ഷേ മുസ്ലിം എന്ന ഒരു രീതിയിൽ ആ മതം ഉണ്ടായത് ഏതാണ്ട് AD 7th സെഞ്ചുറിയിലാണ്, 7ാം നൂറ്റാണ്ടില്. പക്ഷേ ഇസ്മായേലിയർ എന്നൊരു കൂട്ടർ അതിനു മുമ്പേ ഉണ്ട്. നമ്മൾ ആ ഇസ്മായേല്യ മതം എന്നങ്ങ് വിളിക്കുന്നു. ഇസ്രായേല്യ മതം എന്ന് വിളിക്കുന്നത് പോലെ ഇസ്മായേല്യ മതം എന്ന് വിളിക്കുന്നു. ഈ രണ്ട് കൂട്ടർ മാത്രമേ അക്ഷരാർത്ഥത്തിൽ അബ്രഹാമിന്റെ സന്തതികളായിട്ടുള്ളൂ. Literally speaking, there are only two religions that are Abrahamic in nature or in descendants: Jewish religion and Ishmaelites. Later, Ishmaelites mostly became Muslims. We, the Christians, are not literally or biologically or genealogically Abrahamic. ക്രിസ്ത്യാനികൾ അക്ഷരാർത്ഥത്തിൽ ജീവശാസ്ത്രപരമായി അബ്രഹാമിന്റെ സന്തതികളല്ല. ഓഫ് കോഴ്സ് സ്പിരിച്വലി വി ആർ. ആത്മീയമായിട്ട് നമ്മൾ അബ്രഹാമിന്റെ മക്കളാണ്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഗലാത്യ ലേഖനം നമുക്കറിയാമല്ലോ. 3-ാമത്തെ അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ. ഇനിയും അതിൻ്റെ 7-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. Spiritually speaking, we are the only Abrahamic descendants. ആത്മീയമായി പറഞ്ഞാൽ നമ്മൾ മാത്രമേ, ക്രിസ്ത്യാനികൾ മാത്രമേ അബ്രഹാമിന്റെ തലമുറകളായിട്ടുള്ളൂ. വിശ്വാസത്തിന്റെ വിഷയമാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇവിടെ എബ്രായർ 2:16 വാക്യത്തിൽ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ മാത്രം ഉദ്ദേശിച്ചല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. അക്ഷരാർത്ഥത്തിൽ അബ്രഹാമിന്റെ തലമുറക്കാരായ ഇസ്രായേല്യരെയോ ഇസ്മായേല്യരെയോ ഉദ്ദേശിച്ച് അല്ല. അവർ അബ്രഹാമിന്റെ സന്തതികൾ തന്നെ, സംശയമൊന്നുമില്ല. അക്ഷരാർത്ഥത്തിൽ അവർ മാത്രമേ ഉള്ളൂ അബ്രഹാമിന്റെ സന്തതികളായിട്ടുള്ളവർ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പരമ്പരയോ അബ്രഹാം, ഇഷ്മായേൽ തുടങ്ങിയ പരമ്പരയോ. പക്ഷെ ഇവിടെ യേശു വന്നത് ഈ അബ്രഹാമ്യ തലമുറയ്ക്ക് വേണ്ടി മാത്രം അല്ല. ആണോ? അല്ല. തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ പരിമിതപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ പരിമിതപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ആ സുറഫോയിക്കാരി സ്ത്രീയോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കലേക്ക് എന്നെ അയച്ചിട്ടില്ല.
മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. ഇസ്രായേൽ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്ന സമയത്തും പ്രത്യേകാൽ പറഞ്ഞു വിട്ടു, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് മാത്രമേ പോകാവൂ. എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ അതിർത്തി ലംഘിക്കരുതെന്ന് അവർക്ക് കൽപ്പന കൊടുത്തു. ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ പരിമിതപ്പെട്ടിരുന്നു. അത് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ആയിരുന്നില്ല. യേശുവിൻ്റെ പ്രസംഗങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ, ഇതൊന്നും തന്നെ ഇസ്രായേലിന് പുറത്തേക്ക് ആയിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇസ്രായേലിന് പുറത്തേക്കൊന്നും പോകാഞ്ഞത്, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുത്തത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷകളാലല്ല മാനവകുലത്തിന് രക്ഷ. യേശുവിൻ്റെ ഉപദേശങ്ങളാലല്ല, യേശുവിൻ്റെ അത്ഭുതങ്ങളാൽ അല്ല. മാനവകുലത്തിന് രക്ഷ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രായശ്ചിത്ത യാഗത്താൽ മാത്രമാണ്. അതുവരെ, ആ പ്രായശ്ചിത്ത മരണം വരെ ഉള്ള ശുശ്രൂഷകളൊന്നും ഇസ്രായേലിന് പുറത്തേക്ക് ആയിരുന്നില്ല. അതവർക്ക് പ്രയോജനം ചെയ്യുന്നതായിരുന്നില്ല. സൗഖ്യം, അപ്പം കിട്ടുന്നതും സൗഖ്യമാകുന്നതും ഒക്കെ പ്രയോജനകരമായിരുന്നു. പക്ഷെ അതായിരുന്നില്ല യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം. എന്നാൽ സകല മാനവരാശിയുടെയും പാപം തൻ്റെ മേൽ ഏറ്റുകൊണ്ട് കുരിശിന്മേൽ കയറി പാപത്തിന് പരിഹാരം വരുത്തി തൻ്റെ മരണത്താൽ പിശാചിനെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു കർത്താവ് ശിഷ്യന്മാരോട് ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: ഗോ, പുറപ്പെടുക. എവിടേക്ക്? എവിടേക്ക്? All nations. All the nations, to the uttermost parts of the earth. ഭൂമിയുടെ അറ്റത്തോളം. എന്ത് ചെയ്യാൻ? What to do? Going for what? And teaching them to obey everything I have commanded you. അതിനു മുമ്പ് പറഞ്ഞുണ്ട്. സുവിശേഷം അറിയിപ്പാൻ. Share the To gospel. make disciples of all them. To preach the gospel. സുവിശേഷം പ്രസംഗിപ്പാൻ. യേശു തൻ്റെ ഐഹിക ശുശ്രൂഷാകാലത്ത് യഹൂദന്മാരിൽ തന്നെ അത്ഭുതങ്ങളെ ചെയ്ത, അത്ഭുതങ്ങൾ അനുഭവിച്ചവരോട് പറഞ്ഞു, മിണ്ടരുത്, ആരോടും നിങ്ങൾ പറയരുത്. ദുരാത്മാക്കൾ യേശു ആരാണെന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അവയെയും മിണ്ടാൻ അനുവദിച്ചില്ല. അതേ യേശു ക്രൂശുമരണത്തിനും ഉയർപ്പിനും ശേഷം തൻ്റെ അരുമ ശിഷ്യർക്ക് ആജ്ഞ നൽകി, നിങ്ങൾ പുറപ്പെട്ട് സുവിശേഷം പ്രസംഗിപ്പീൻ. സ്തോത്രം. ആരോടൊക്കെ? നാലാമത്തെ കാര്യം, ആരോടൊക്കെ? To the ends of the earth. ആരോടൊക്കെ? To whom? To whom? In Jerusalem, in Judea. That is ഒരു ഒറ്റ വാക്കിൽ, സകല ജാതികളും. സകല ജാതികളെ. സകല സൃഷ്ടിയോടും എന്നല്ലേ പറഞ്ഞേക്കുന്നേ?
സ്തോത്രം. ഭൂലോകത്തിലൊക്കെയും പോയി To make സകല ആ. സൃഷ്ടിയോടും സുവിശേഷം സകല പ്രസംഗിപ്പിക്കും. സൃഷ്ടിയോടും കണ്ടോ, സകല സൃഷ്ടിയോടും. അതാണ് ടു ഹും. നേരത്തെ പറഞ്ഞു ഇസ്രായേലിനോട് മാത്രമേ ആകാവൂ. ഇപ്പൊ പറയുകയാണ് സകല സൃഷ്ടിയോടും. പിന്നെ സ്തോത്രം, പിന്നെ യേശുക്രിസ്തു എന്ത് ചെയ്തു? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? മേക്ക് ഡിസൈപ്പിൾസ്. disciples ആരെയാ? എവിടെ നിന്ന്? of all All nations. nations. യെസ്, ഓൾ നേഷൻസ്, സകല ജാതികളെയും. അവരെ പിന്നെ എന്ത് ചെയ്യണം? Teach Baptizing them them and obey. യെസ്, ബാപ്റ്റൈസ് ആൻഡ് ടീച്ച്. സ്നാനപ്പെടുത്തുകയും അവരെ ഉപദേശിക്കുകയും വേണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ അതിന് പരിമിതി ഉണ്ടായിരുന്നു. എപ്പോൾ വരെ? ക്രൂശീകരണം വരെ. സ്തോത്രം, ക്രൂശീകരണം വരെ. എന്നാൽ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും, അല്ലെങ്കിൽ ക്രൂശീകരണം മുതൽക്കുള്ള യേശുക്രിസ്തുവിന്റെ റിഡംറ്റീവ് വർക്ക്, വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷകൾ, അത് ഇസ്രായേലിന് വേണ്ടി മാത്രമായിരുന്നില്ല, സകലർക്കും വേണ്ടി. അതുകൊണ്ടാണ് ഇന്നലെ വരെ നമ്മൾ പഠിച്ചത്, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകല ജാതികളെയും എങ്കലേക്ക് ആകർഷിക്കും. സ്പർജൻ രക്ഷിക്കപ്പെട്ടെന്ന് നമ്മൾ പറഞ്ഞ യെശയ്യാ 45:22, സകല ഭൂസീമാവാസികളുമായുള്ളവരെ, കണ്ടോ, ഇറ്റ്സ് എ യൂണിവേഴ്സൽ കോൾ. സ്തോത്രം. So Jesus' earthly ministry was not that universal as his crucifixion was. അപ്പോൾ ചോദ്യം, പിന്നെന്തിനാ യേശു ഈ 3 വർഷത്തിലധികം, 3.5 കൊല്ലത്തോളം ഇസ്രായേലിൽ മാത്രം ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, to fulfill all the scriptures foretold about him. All the scriptures, especially in relation with Israel. സ്തോത്രം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിന് പാപമില്ലാതിരുന്നേനെ. So Jesus' earthly ministry was centralized in and to Israelites, allowing them to fill the cup of their iniquity. അകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ അധർമ്മത്തിൻ്റെ അളവ് പൂരിപ്പിക്കുവാനായിട്ട് ഇസ്രായേലിന് ദൈവം കൊടുത്ത ഒരു അവസരവും കൂടെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ. സ്തോത്രം. ഈ ചിന്ത ഇനിയും ഉണ്ട് എന്നെനിക്കറിയാം. എന്നാൽ നമ്മുടെ സമയം തീർന്നു. നമ്മുടെ സമയം ഉണ്ടെങ്കിലും എനിക്ക് അടുത്ത സ്ഥലത്ത് എത്തേണ്ട സമയം ആയതുകൊണ്ട് ക്ഷമിച്ചാലും പകുതി വെച്ച് നിർത്തുകയാണ്. അത് ശരിയല്ല, എന്നാലും ചെയ്തേ പറ്റൂ എന്ന് വരുന്നു. അതുകൊണ്ട് ബാക്കി ഭാഗം ഇതിനെക്കുറിച്ച് നിങ്ങളും ചിന്തിച്ചു കൊണ്ടുവരിക.
കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ തുടരാവുന്നതാണ്. സ്തോത്രം. ഏതായാലും ഞാൻ മറന്നു പോകാണെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണേ നാളെ തുടക്കത്തിൽ തന്നെ. എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താട്ടെ. സ്തോത്രം. ഇങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ ഇത്രയും ദീർഘനാളുകൾ ഇസ്രായേലിൽ മാത്രം എന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു? നേരെ വന്നങ്ങ് മരിച്ചാൽ പോരായിരുന്നോ? ന്യായമായ ഒരു ചിന്തയാണ്. സ്തോത്രം. അതായിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി. ഇങ്ങനെയായിരുന്നു. എന്തുകൊണ്ട് എന്ന് നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്നും ചിന്തിക്കാം. സ്തോത്രം. ഏതായാലും യേശു ജഡമെടുത്ത് ഭൂമിയിൽ വന്നു, ക്രൂശിൽ മരിച്ചു. അതിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയായിരുന്നു. 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 1, മനുഷ്യനെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിൻ്റെ നിവർത്തീകരണം. 2, ണ്ടിയിരുന്ന മാനവരാശിയോടുള്ള ഏകീഭാവം. ജഡരക്തങ്ങളോട് കൂടിയവനായി നമ്മെപ്പോലെ അവനായി തീർന്നു. 3, മനുഷ്യകുലത്തെ, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുക എന്നാണ് 16-ാമത്തെ വാക്യത്തിൽ. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. കേവലം അത് അബ്രഹാമിൻ്റെ അക്ഷരീക തലമുറകളായ ഇസ്രായേല്യരും ഇശ്മായേല്യരുമല്ല, സകല മനുഷ്യരും അതിൽപ്പെടും. അതിൻ്റെ ആത്മീയാർത്ഥവും നമ്മൾ അതുകൊണ്ട് കണ്ടു. ഗലാത്യ ലേഖനത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെടുന്നവരാണ് അബ്രഹാമിൻ്റെ സന്തതികളെന്ന്. ആ നിലയിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് ജാതികൾക്കും കൂടെ വരേണ്ടതിന് എന്ന അർത്ഥത്തിൽ സകല മാനവജാതിയുടെയും വീണ്ടെടുപ്പെന്നതാണ് അവിടുത്തെ വിവക്ഷ. എന്നാൽ ഇസ്രായേലിനോട് എക്സ്ക്ലൂസീവായിട്ട്, ഇസ്രായേല്യരിൽ നിന്നും വന്ന ക്രൈസ്തവ സമൂഹത്തോട് മാത്രം സംസാരിച്ചതുകൊണ്ട് അങ്ങനെ എഴുത്തുകാരൻ എഴുതി വെച്ചു. സ്തോത്രം. അതിനെക്കുറിച്ച് ഇനി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമ്മൾ ബാക്കി വയ്ക്കുകയാണ്. എങ്കിലും അതിനു മുമ്പ്, നാളെ നമ്മൾ ചേർന്ന് വരുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം ചേർക്കപ്പെടേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ച പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.